ആമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിൽ വരാക്കര പുളിഞ്ചോട് കാളക്കല്ല് മേഖലയിൽ റോഡിന്റെ ഇരുവശത്തും കാനകൾക്ക് സ്ലാബില്ലാത്തത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. വരാക്കര സൗത്ത് കപ്പേള മുതൽ കാളക്കല്ല് വരെയുള്ള മേഖലയിലാണ് കാനകൾക്ക് മുകളിൽ സ്ലാബുകളില്ലാത്തത്. പുല്ല് വളർന്ന് കാന തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൂടപ്പെട്ട നിലയിലാണ്. ഒരേ സമയം ഇരുദിശയിൽ നിന്നും വാഹനങ്ങൾ വന്നാൽ കാൽനട യാത്രക്കാർക്ക് റോഡിൽ നിന്നും മാറി നിൽക്കാൻ അല്പം പോലും സ്ഥലം ബാക്കിയില്ല. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വശം കൊടുക്കേണ്ടി വന്നാൽ ഇരുചക്ര വാഹനങ്ങളും സൈക്കിളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ്. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടന്റെ നിരന്തര പരാതികൾക്കൊടുവിലാണ് അമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡിന്റെ പല ഭാഗങ്ങളിലും നേരത്തെ തുറന്നു കിടന്നിരുന്ന കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചത്. 20 ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പിന്നീട് ഫണ്ട് തികയാത്തതിനാൽ നിർത്തിവെക്കുകയായിരുന്നു. വരാക്കര പുളിഞ്ചോട് PWD റോഡില് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ് റോഡിന്റെ അവസ്ഥ. 2 വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളടക്കം കാനയിലേക്ക് വീഴുന്നൊരവസ്ഥയാണുള്ളത്. 3 സ്കൂളുകൾ വർക്ക് ചെയ്യുന്ന ഈ റോഡിന്റെ 2 സൈഡിലും സ്ലാബ് ഇട്ടാലേ കാൽനടക്കാർക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് വരാക്കര പുളിഞ്ചോട് സെൻട്രലിലെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇട്ട് സഞ്ചാരയോഗ്യമായ റോഡാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 3 വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത്. കാനയ്ക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ച് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടകര PWD അധികൃതർക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് സുരേഷ് ചെമ്മനാടൻ. അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ആമ്പല്ലൂർ പാലപ്പിള്ളി റോഡിൽ വരാക്കര പുളിഞ്ചോട് മേഖലയിൽ കാനയ്ക്ക് മുകളിൽ സ്ലാബുകളില്ലാത്തത് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. ഇരുവശത്തു നിന്നും ഒരേ സമയം വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഒന്ന് മാറി നിൽക്കാൻ ഒരു തരി സ്ഥലം പോലും ബാക്കിയില്ല. ഇതുവഴി സൈക്കിളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർ വലിയ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. അധികൃതരുടെ ഇടപെടൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.